ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. ബേപ്പൂരിൽ വീണ്ടും PV അൻവറിനെ തള്ളി മുതിർന്ന കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ബേപ്പൂരിലെ തോൽവിക്ക് കാരണം PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് മുല്ലപ്പള്ളി ആവർത്തിച്ചു. 13 സീറ്റും ജയിക്കാമായിരുന്നു. അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ മാത്രമല്ല UDF അധികാരത്തിൽ വരാൻ കാരണം. പാവപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരുടെ കഠിനാധ്വാനവും കോൺഗ്രസ് നേതാക്കളുടെ പ്രവർത്തനവും അതിന് പിന്നിലുണ്ട് എന്നും മുല്ലപ്പള്ളി പറഞ്ഞു. ആ ഇലക്ഷനെ കുറിച്ചിട്ട് ഞാൻ കൃത്യമായിട്ട് എൻ്റെ അഭിപ്രായം പറയുന്നുണ്ട്. ബേപ്പൂർ ഇലക്ഷൻ അത് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഞാൻ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതിലപ്പുറം ഒരു അഭിപ്രായമില്ല. ഇപ്പോൾ ഇവിടുത്തെ പാവപ്പെട്ട 10,000-കണക്കായ പ്രവർത്തകന്മാർ, സാധാരണക്കാർ, അവർ രാപ്പകൽ അധ്വാനിച്ചതിന് യാതൊരു ഫലവുമില്ലെന്നാണ് ശ്രീമാൻ VD സതീശൻ ഈ സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം എല്ലാ ജില്ലകളും നടത്തിയ അദ്ദേഹത്തിൻ്റെ പുതിയുഗയാത്ര. അതിൻ്റെ പ്രാധാന്യമില്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ക്ലോസ് ചാപ്റ്ററാണ്, ഒരടഞ്ഞ അധ്യായമാണ്. അതൊന്നും തന്നെ കുത്തിപ്പോക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ വളരെ നിസ്സാരമായ കാര്യമാണ് അതൊക്കെ തന്നെ. ശ്രീമാൻ പ്രവീണിൻ്റെ ജന്മനാടായിട്ടുള്ള കീഴേരിയിൽ വെച്ച് നടത്തിയ സ്വീകരണത്തിൽ ഞാൻ പറഞ്ഞു വെച്ചാൽ 13-12 കിട്ടിൽ 13 നമുക്ക് കിട്ടുമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അഭിലാഷ് വിവരങ്ങളുമായി ചേരുകയാണ്. അഭിലാഷ്, ഈ കാര്യം പറഞ്ഞു മതിയാകുന്നില്ലല്ലോ. മുല്ലപ്പള്ളിക്കും കോൺഗ്രസ് നേതാക്കൾക്കുമൊക്കെ ഇതിൽ PV അൻവറിന്റെ പ്രതികരണം ഉണ്ടായി, അങ്ങനെ പലതുണ്ടായി. ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടും അതിനുശേഷമുള്ള പ്രഖ്യാപനവും ഒക്കെ വലിയ വിമർശനങ്ങൾ കോൺഗ്രസിൽ ഉണ്ടാക്കി. പക്ഷേ അത് അന്ന് തുറന്നു പറയാൻ ഇവർക്ക് ആർക്കും കഴിയുമായിരുന്നില്ലേ? മുല്ലപ്പള്ളി ഏതായാലും നേരത്തെ പറഞ്ഞ വാദങ്ങളിൽ നിന്ന് ഉറച്ചു നിൽക്കുകയാണ്. 13 സീറ്റും കോഴിക്കോട് ജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അവിടെ നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം ഇന്നും ആവർത്തിച്ചു പറയുന്നത്. അതോടൊപ്പം തന്നെ PV അൻവർ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടിയാണ് ഇത്തരത്തിലൊരു മിന്നും വിജയത്തിലേക്ക് UDFനെ എത്തിച്ചതെന്നാണ്. അത് പൂർണ്ണമായും മുല്ലപ്പള്ളി രാമചന്ദ്രൻ തള്ളുന്നു. അതായത് കോൺഗ്രസ് നേതാക്കളുടെയും അതോടൊപ്പം തന്നെ പ്രവർത്തകരുടെയും കഷ്ടപ്പാടും പ്രവർത്തനം കൊണ്ടാണ് ഇത്തരത്തിലൊരു മികച്ച വിജയം നേടാൻ കഴിഞ്ഞത്. ആ കാര്യങ്ങൾ താൻ ഉറപ്പിച്ചു പറയുന്നു. PV അൻവർ എന്ന് പറയുന്ന അദ്ദേഹത്തെക്കുറിച്ചുള്ള അഭിപ്രായം ഞാൻ നേരത്തെ തന്നെ, അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വ്യക്തമാക്കിയതാണ്. അവിടെ മറ്റൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരണം എന്നുള്ള അടക്കമുള്ള ആവശ്യങ്ങൾ നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു. കൃത്യമായ സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ ബേപ്പൂരിൽ ജയിച്ചു വരാൻ കഴിയുമെന്നുള്ള ഒരു നിലപാട് തന്നെയായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉണ്ടായത്. ഏതായാലും പിന്നീടുണ്ടായ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് PV അൻവർ അവിടെ സ്ഥാനാർത്ഥിയായി വരികയും ചെയ്തത്. മറ്റു നേതാക്കളൊന്നും അന്ന് അഭിപ്രായ പ്രകടനം നടത്തിയില്ലെങ്കിൽ പോലും അന്ന് മുല്ലപ്പള്ളി അക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നുള്ള വസ്തുതയാണ്. അത് തന്നെയാണ് മുല്ലപ്പള്ളി വീണ്ടും ആവർത്തിക്കുകയും ചെയ്തത്. ഏതായാലും ഇനിയും ഇത് വിവാദമാക്കി മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പ്രധാന കാരണം PV അൻവർ അല്ല, കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളുടെയും പ്രവർത്തനം തന്നെയാണ് എന്ന് തന്നെയാണ് മുല്ലപ്പള്ളി ഈ ഘട്ടത്തിലും വ്യക്തമാക്കുന്നത്. അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ വിമർശനം ആവർത്തിക്കുകയാണ്. PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിത്വം പിഴച്ചതുകൊണ്ട് മാത്രമാണ് കോഴിക്കോട്ടെ സീറ്റ് നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്.